നവകേരള മാർച്ചിന്റെ തൃശൂർ ജില്ലയിലെ പ്രയാണത്തിനിടെ ജാഥാനായകൻ പിണറായി വിജയൻ ചാവക്കാട് മത്സ്യത്തൊഴിലാളി കോളനി സന്ദർശിച്ചു. തീരദേശ നിവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും മത്സ്യബന്ധന മേഖലയിലെ ദുരിതങ്ങളും തൊഴിലാളികൾ പിണറായിയുമായി പങ്കുവച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനായി ചാവക്കാട് പുത്തൻകടപ്പുറം കോളനിയിലാണ് പിണറായി വിജയൻ സന്ദർശനം നടത്തിയത്. സ്വീകരണത്തിന് ശേഷം തൊഴിലാളി പ്രതിനിധികൾ മേഖലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. കടലോര ഗ്രാമങ്ങളിലെ ഭൂരഹിതർക്ക് തീരദേശ പട്ടയം അനുവദിക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യം. യന്ത്രവൽകൃത വിദേശ കപ്പലുകളിലെ ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുന്നതായി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. ഇതിനെ തടയിടാൻ ആയില്ലെങ്കിൽ വർഷം മുഴുവൻ തൊഴിലില്ലാതെ കുടുംബങ്ങൾ പട്ടിണിയിലാകും എന്നാണ് ഇവരുടെ പരാതി. തീരദേശ കോളനികളിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കണമെന്ന ആവശ്യമുയർന്നു. തീരദേശ പട്ടയം എന്ന ആവശ്യം അനുഭവപൂർവ്വം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പട്ടയം ആവശ്യമാണ്, ആ പട്ടയം നൽകുക എന്നതിൽ തന്നെയാണ്. മത്സ്യമേഖലയിൽ വരുമാനം ഉറപ്പാക്കാനും തൊഴിലാളി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനും ഇടതുമുന്നണി ശ്രമം നടത്തുമെന്നും ഉറപ്പു നൽകിയാണ് പിണറായി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.